രാജ്യത്തെ നടുക്കിക്കൊണ്ട് തിങ്കളാഴ്ച ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ സർവത്ര ദുരൂഹതയാണ് അതിന് പിന്നിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്ഫോടനത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കാരണത്തെക്കുറിച്ചോ ഒന്നും തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ഭീകരവാദം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഭീകരവാദത്തെ സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും ഭീകരതയെ ഉറപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് നിലനിൽക്കെയാണ് അതിലൊരു അലംഭാവം ഉണ്ടായതായിട്ടുള്ള അതീവ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. ഡൽഹി സ്ഫോടനം എന്ന് പറയപ്പെടുന്നത് ആസൂത്രിതമായിട്ടുള്ള ചാവേർ ആക്രമണമാണ് എന്നുള്ള തരത്തിലുള്ള അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നതാണ്. രാജ്യം നടുങ്ങിയ സംഭവത്തിൽ ഡൽഹി പോലീസ് UAPA ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. സ്ഫോടനത്തിൽ ജെയ്ഷെ ഭീകരനായിട്ടുള്ള ഉമർ മുഹമ്മദിൻ്റെ ബന്ധമടക്കം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാരണകത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന 3 പേരും ചാവേറുകളാണ് എന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല കേസന്വേഷണം NIA ആണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്ത ഡോക്ടർമാരുടെ കൂട്ടാളികളാണ് ഈ ചെങ്കോട്ടയിൽ ഇത്തരത്തിൽ സ്ഫോടനം നടത്തിയത് എന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇതിനെ ചാവേർ സ്ഫോടനം ആണ് നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നയാളാണ്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇയാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ചാവേർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ അതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഹ്യുണ്ടായി i20 കാറാണ് പൊട്ടിത്തെറിച്ചത്. പഴയ ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്തായിരുന്നു ഉഗ്രസ്ഫോടനത്തോടു കൂടിയിട്ടുള്ള ആ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത്. ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകൾ തന്നെ എന്നുള്ള സൂചനകൾ വരുന്നുമുണ്ട്. ചെങ്കോട്ടയുടെ 1-ാം നമ്പർ ഗേറ്റിന് സമീപമായിട്ടുള്ള സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിൽ അതിനടുത്തായിട്ടാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചത്. വെളുത്ത i20 കാറിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ അവയെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. കാറ് ട്രാഫിക് സിഗ്നലിൽ മുന്നോട്ട് നീങ്ങുന്നതും ഡ്രൈവറുടെ സീറ്റിൽ കടും നീല നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ച ഒരാൾ ഇരിക്കുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ സ്ഫോടനം നടന്ന ഈ മെട്രോ ഗേറ്റിന് സമീപത്തിൽ നിന്നും അല്പം മാറിയാൽ കുറച്ചുകൂടി മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ചാന്ദിനി ചൗക്ക് ബസാറിലേക്ക് എത്താൻ കഴിയും. ആ ബസാറിനുള്ളിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു സ്ഫോടനം സംഭവിച്ചിരുന്നതെങ്കിൽ ഈ 13 പേരിലോ 30 പേരിലോ ഒന്നും മരണം 13 പേരിലും പരിക്കേറ്റവർ 30 പേരിലോ ഒന്നും ഒതുങ്ങില്ലായിരുന്നു. വളരെ വലിയൊരു അപകടത്തിലേക്ക് അത് നടന്നു നീങ്ങുമായിരുന്നു. വലിയ സൂചനകൾ, വലിയ ദുരന്തമായി മാറിയേനെ. അത്രത്തോളം ആളുകൾ തിങ്ങി നിൽക്കുന്ന ചാന്ദിനി ചൗക്ക് ബസാർ പോലുള്ള സ്ഥലത്ത് ഒരു പൊട്ടിത്തെറി സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം അതായിരുന്നു. ചാന്ദിനി ചൗക്ക് ബസാറിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റുക, അവിടെ പൊട്ടിത്തെറി സംഭവിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ അതിന് പകരം ഈ ട്രാഫിക് സിഗ്നൽ വന്നത് കാരണമാണ്, ആ സിഗ്നലിൽ വീഴുന്ന സമയത്താണ് ഈ പൊട്ടിത്തെറി സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ പൊട്ടിത്തെറിക്ക് മുമ്പ്, അതായത് ഈ കാർ പാർക്ക് ചെയ്യുന്ന ഈ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ചെങ്കോട്ടയ്ക്ക് മുൻപ് സമീപമുള്ള ഒരു പാർക്കിംഗ് സ്ഥലത്ത് ഈ കാർ പാർക്ക് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഏകദേശം 3:19 എത്തിയ കാർ 6:48 ഈ സ്ഥലത്ത് നിന്നും പുറപ്പെടുന്നത്. 6:52 ഈ കാർ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ ഈ വാഹനത്തിനുള്ളിൽ ഒരാൾ മാത്രമുള്ളതായിട്ടേ കാണുന്നുള്ളൂ. പക്ഷേ സ്ഫോടനം ഉണ്ടാകുമ്പോൾ കാറിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. മറ്റാരെങ്കിലും ഈ മണിക്കൂറുകൾക്കുള്ളിൽ കാറിൽ കയറിയോ എന്നതടക്കം കണ്ടെത്തേണ്ടതാണ് ഇനിയുള്ള അന്വേഷണ സംഘത്തിൻ്റെ ദൗത്യമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ 9 പേരോളം കൊല്ലപ്പെട്ടു. അതിനുശേഷം അത് വീണ്ടും 6ഓളം പേർ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട്. 25-30ഓളം പേർക്ക് വരെ പരിക്കുകളേറ്റിട്ടുണ്ട്. പലരുടെയും നില എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ്. മരണസംഖ്യ 13 കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ വലിയൊരു ദുരന്തം നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ രാജ്യം ഞെട്ടിപ്പറയ്ക്കുന്ന ഒരു സംഭവ വികാസമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ ഈ
ഡൽഹി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലിരിക്കുന്ന ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കളോടൊപ്പം പിടിക്കപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അവരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഇപ്പോൾ ഈ പൊട്ടിത്തെറി സംഭവിച്ച കാരണകത്തെ സംഭവം എന്തായിരുന്നു, അതെങ്ങനെയാണ് ആ ഗൂഢാലോചന നടത്തിയത്, അത്തരത്തിലുള്ള ഭീകരാക്രമണം നടത്തിയത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കാറ് പൊട്ടിത്തെറിക്കുന്ന സമയത്തിന് വലിയ ഉഗ്രസ്ഫോടനത്തോടു കൂടിയാണ് ഈ കാറ് പൊട്ടിത്തെറിച്ചത്. ഒപ്പം തന്നെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളടക്കം ഏകദേശം മീറ്ററുകളോളം അകലേക്ക് ഇത് ചിതറിത്തെറിക്കുകയും ചെയ്തു. ശരീരഭാഗങ്ങളൊക്കെ ചിതറിത്തെറിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. കാറിൻ്റെ ഡോർ എന്ന് പറഞ്ഞ തെറിച്ച് വീണത് ഏകദേശം 50 കിലോമീറ്റർ അകലെയായിട്ടാണ് കാറിൻ്റെ ഡോർ തെറിച്ച് വീണത് എന്നുള്ളത്. അങ്ങനെ പൂർണ്ണമായിട്ടും ചിന്നിച്ചിതറാത്ത മൃതദേഹം മറ്റൊരു കാറിൻ്റെ മുൻഭാഗത്ത് പോയി പതിച്ചിരിക്കുന്ന തരത്തിലുള്ള കാഴ്ചയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത ഫരീദാബാദിൽ നിന്ന് 2900 കിലോ സ്ഫോടക സാമഗ്രികൾ പിടിച്ചെടുക്കുകയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടിട്ട് 7 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് മണിക്കൂറുകൾ മാത്രം പിന്നിട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഡൽഹിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജമ്മു കാശ്മീർ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള ആ നടപടി അവിടെ നടക്കുമ്പോൾ ഇവിടെ ഈ പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ലഷ്കർ-എ തോയ്ബയുടെ നേതാവായിട്ടുള്ള ഹഫീസ് സെയ്ദ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്ത ഒരു സാഹചര്യമാണ്. LET കമാൻഡർ സൈഫുള്ള സൈഫ്, ഈ ലഷ്കർ-എ തോയ്ബയുടെ തന്നെ നേതാവായിട്ടുള്ള സൈഫുള്ള സൈഫ് പാകിസ്ഥാനിലെ ഒരു റാലിയിൽ സംസാരിക്കുമ്പോൾ ഈ ഹഫീസ് സെയ്ദിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങ് മസൂദ് അസറിൻ്റെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദും ഒപ്പം തന്നെ ബംഗ്ലാദേശ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരികയും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇന്ത്യക്കടക്കം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ആക്രമണ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ആക്രമണ സാധ്യത എന്ന് പറയപ്പെടുന്നത് ഇതുപോലുള്ള ഭീകരവാദികളുടെ ഇടയിൽ നിന്നായിരിക്കും എന്നത് സംശയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജമ്മു കാശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച ഭീകരവാദ ശൃംഖലയായിട്ട് ആ ശൃംഖലയിൽപ്പെട്ട 8 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. 3 ഡോക്ടർമാർ ഉൾപ്പെടെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും പൊട്ടാസ്യം നൈട്രേറ്റ് അടക്കമുള്ള IED നിർമ്മാണത്തിനുള്ള 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഇവരിൽ നിന്നും പിടികൂടിയിരുന്നത്. അപ്പോൾ പിടിയിലായിട്ടുള്ള ഡോക്ടർമാരിൽ ആ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഖന്നയുടെയും ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിൻ്റെയും കൂട്ടാളികളാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി കാറിനുള്ളിൽ തന്നെ ചാവേറായിട്ട് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫരീദാബാദ് ഭീകര സംഘത്തിലെ പ്രധാന പ്രതിയും ഒപ്പം തന്നെ അയാളുടെ കൂട്ടാളിയായിട്ടുള്ള ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ അറസ്റ്റിലായതോടുകൂടിയാണ് ഉമർ പരിഭ്രാന്തനായത് എന്നും തുടർന്നാണ് സ്ഫോടനത്തിന് പദ്ധതിയിട്ടത് എന്നുമാണ് അന്വേഷണ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയായിട്ടുള്ള താരിഖിൽ നിന്നാണ് ഈ ഉമർ കാർ വാങ്ങിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാളെ ചോദ്യം ചെയ്യലിനായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തു എന്ന് കരുതുന്ന ഫരീദാബാദിലെ ഭീകര സംഘവുമായിട്ടുള്ള ഇയാളുടെ ബന്ധം അത് അന്വേഷണ സംഘം പരിശോധിച്ച് വരുന്നുണ്ട്. ഒപ്പം തന്നെ ജനത്തിരക്കേറിയ സ്ഥലത്തേക്ക് ഓടിച്ചു കയറ്റുന്നതിന് മുമ്പ് കാറിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരം 6:52 കൂടിയാണ് കാറ് പൊട്ടിത്തെറിക്കുകയും സമീപത്തെ വാഹനങ്ങളിലേക്ക് തീ പടരുകയും ചെയ്തു എന്നുള്ളതാണ് നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 6:52 ഇത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം തിരക്ക് കൂടിയ ഒരു സമയത്ത് ഈ പ്രദേശത്തേക്ക് ഈ വണ്ടി കൊണ്ടുവരിക, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചാന്ദിനി ചൗക്ക് ബസാറിലേക്കായിരിക്കാം ഇവർ പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ ചാന്ദിനി ചൗക്ക് ബസാറിലേക്കായിരുന്നു ഇത് ഓടിച്ചു കയറ്റിയിരുന്നതെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ സ്ഫോടനത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു തീവ്രത വല്ലാതെ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിരവധി പേർ മരണത്തിൻ്റെ സംഖ്യ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്ക് ഒരാൾ തന്നെ മരിച്ചാലും അത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ വലിയ നഷ്ടത്തിലേക്കും വലിയ ദുരന്തത്തിലേക്കും പോയേനെ. പക്ഷെ അത് എന്തായാലും സംഭവിച്ചില്ല. അതിനു മുമ്പ് ഈ ട്രാഫിക് സിഗ്നലിൽ ഈ വണ്ടി നിന്നുപോയത് കാരണം അവിടെ വെച്ചാണ് ഈ പൊട്ടിത്തെറി സംഭവിക്കുന്നത്. അങ്ങനെയുള്ള പൊട്ടിത്തെറിയിൽ നിന്നും ഭീകര സംഘടനകൾ തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ നിരോധിത സംഘടനകളടക്കം ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ലഷ്കർ-എ തോയ്ബ ആണെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ഒപ്പം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്ന IS ആണെങ്കിലും ഒക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഭയമാണ്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാം ഇന്ത്യ. ഈ ഭീകരവാദത്തിനെതിരെ വളരെ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യ ഒന്നാം സിന്ദൂറിൽ എങ്ങനെയാണോ ആ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണോ പ്രാവർത്തികമാക്കിയത് അതുപോലെ തന്നെ നിമിഷങ്ങൾക്കകം തിരിച്ചടിക്കാൻ കഴിവുള്ള ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ
പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണ ഭീതി ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈനികരെ സജ്ജരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കര, നാവിക, വ്യോമസേനകളെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. വ്യോമത്താവളങ്ങളടക്കം ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള സുരക്ഷാ ഏർപ്പാടുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒന്നാം സിന്ദൂർ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ എങ്ങനെയാണോ ഇന്ത്യ തിരിച്ചടിച്ചത്, ആ തിരിച്ചടി ഭയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഭീകരവാദികളെ എപ്പോഴും പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്നത്. അത് ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും, ലഷ്കർ-ഇ തോയ്ബ ആണെങ്കിലും, ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെങ്കിലും ഇവരെല്ലാം വല്ലാതെ മെയ് മറന്ന് സഹായിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അറിയാം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് മൗനാനുവാദം കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. ഭീകരർ ഇന്ത്യക്കകത്ത് കയറി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അത് പാകിസ്ഥാൻ്റെ മൗനാനുവാദത്തോടു കൂടി നടത്തുന്നതാണ് എന്നുള്ള കാര്യം ഇന്ത്യക്ക് മനസ്സിലാവും. ഒപ്പം തന്നെ അതേ കാര്യം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഭയപ്പെടുന്നത്. ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും ഈ ഭീകരവാദത്തിനെതിരെ തിരിച്ചടിക്കും. അത് പാകിസ്ഥാൻ്റെ അതിർത്തികളിലുള്ള ആക്രമണങ്ങളായിരിക്കാം, ചിലപ്പോൾ വ്യോമത്താവളങ്ങളിലടക്കം വലിയ ആക്രമണങ്ങൾ ഇന്ത്യ നൽകിയേക്കാം. പക്ഷേ ഇപ്പോഴുള്ള സാധ്യത എന്ന് പറയപ്പെടുന്നത് അതിനല്ല. ഭീകരപ്രവർത്തനങ്ങൾ എങ്ങനെ നിർത്തലാക്കാം, ഇപ്പോൾ നടക്കുന്ന ഈ സ്ഫോടനങ്ങൾ നടന്നത് എവിടെയാണ്, എന്തുകൊണ്ടാണ് എന്നത് കണ്ടെത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ, ഭയപ്പെടുന്നത് പോലെ ഇന്ത്യയുടെ ഒരു ആക്രമണം എന്ന് പറയപ്പെടുന്നത് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന് മുകളിൽ പതിച്ചേക്കാം. അത്തരത്തിലുള്ള ആക്രമണത്തിനുള്ള സാധ്യതകളെയും തള്ളിക്കളയാൻ കഴിയില്ല. ഇനിയൊരു ആക്രമണം എന്ന് പറയപ്പെടുന്നത് വ്യോമാക്രമണം തന്നെയായിരിക്കും. അത്തരത്തിലൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങൾ അടക്കം നശിപ്പിക്കുക തന്നെ ചെയ്യും ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നുണ്ട്. കാരണം ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഭീകരവാദ രാഷ്ട്രങ്ങളെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. അവരെ തുരത്തുക, ഭീകരവാദികളെ അടിച്ചമർത്തുക, അമർച്ച ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും ഇന്ത്യ ഇനി തിരിച്ചടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.